സതീശന്റെ ആ ഗോൾവാൾക്കർ ചിത്രത്തിന്റെ മുന്നിലെ കുനിഞ്ഞു നിൽപ്പ്, അതിനെക്കുറിച്ച് ആർ.വി. ബാബു എന്ന ഹിന്ദു ഐക്യവേദി നേതാവ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ആരാണ് ശാഖ നിരങ്ങിയതെന്നും 2006-ലും 2001-ലും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി RSS നേതാക്കന്മാരെ നേരിട്ട് പോയി കണ്ട് അവരുടെ കാലിൽ കുഴമ്പിട്ട് തിരുമ്മി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് സതീശൻ വോട്ട് കച്ചവടം നടത്തിയെന്ന് ആവർത്തിച്ച് ആ ഗോൾവാൾക്കർ ജയന്തിയോടനുബന്ധിച്ച് നടന്ന പരിപാടിയും അതല്ലാതെ നിരവധി പരിപാടികളിൽ സതീശൻ പങ്കെടുത്തിട്ടുണ്ടെന്ന് ആ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ഒന്ന് കേട്ടെ. 2006-ലെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ഫോട്ടോ ഉൾപ്പെടെ കാണിച്ച സമയത്തും നിഷേധിക്കുകയാണ് ചെയ്തത്. സതീശൻ ഇന്നലെയല്ലേ ഞാൻ പങ്കെടുത്തു എന്ന് പറയുന്നത്? സതീശൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതും സതീശന് വേണ്ടി സംസാരിച്ച ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്നതും അങ്ങനെ ഒരു പരിപാടിയിലേ പങ്കെടുത്തിട്ടില്ല എന്നായിരുന്നു. ഇത് മാത്രമല്ല, സതീശനെതിരെയുള്ള ലൈംഗിക പീഡന ആരോപണം അതും പോരാഞ്ഞിട്ട് സതീശൻ നിലവിൽ ഏതൊക്കെ കേസിൽ പ്രതിയായിട്ടുണ്ട്, അത് ചെറിയ കേസല്ല. തട്ടിപ്പ്, വെട്ടിപ്പ്, തല്ല് തുടങ്ങി സകല തല്ലിപ്പൊളി കേസിലും സതീശൻ ഉണ്ടെന്നും ആർ.വി. ബാബു പറയുന്നു. പക്ഷെ സതീശനെതിരെ സതീശന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ നിരവധി ആരോപണങ്ങളുണ്ട്. സതീശന്റെ സതീശനുമായി ബന്ധപ്പെട്ട ഒരു ലൈംഗിക ആരോപണമുണ്ട്. ഞാൻ ഉന്നയിച്ചതല്ല, പാർട്ടി പ്രവർത്തകന്റെ ഭാര്യ ഉന്നയിച്ചതാണ്. അത് പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും കിടപ്പുണ്ട്, അത് വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കേസൊന്നുമില്ല, കേസ് അവർ കൊടുത്തിട്ടില്ല. കാരണം അത് കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു കേസല്ല. സതീശനെ 96-ൽ പറവൂർ വരുന്ന സമയത്ത് പാർട്ടി പ്രവർത്തനത്തിലേക്ക് പിടിച്ച് ആനയിച്ചു കൊണ്ടുവന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനുണ്ട്. നിങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരോട് അന്വേഷിക്കൂ, ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരോട് അന്വേഷിക്കൂ. താരകേശ്വരൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ അത്രയും അവിടെ പറഞ്ഞു നിർത്തുന്നുള്ളൂ. കാരണം അത് അവരൊരു കുടുംബമുണ്ട്. ഞാൻ അതിലേക്ക് കടന്നിട്ട് അവരെ വലിച്ചഴിക്കാൻ താല്പര്യപ്പെടുന്നു. അതെ, പരാതിയുണ്ട്. അവര് പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ടെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സ്ത്രീ. ഇതൊന്ന്, അത്തരം കേസിൽ ഞാൻ പ്രതിയല്ല. ഇനി സതീശൻ പുനർജനി കേസിന്റെ തട്ടിപ്പ് ഉണ്ടല്ലോ, തട്ടിപ്പ് കേസിലെ യഥാർത്ഥത്തിൽ പുനർജനിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് സതീശനെതിരെ ഉന്നയിച്ചപ്പോൾ വിജിലൻസ് SP കൊടുത്ത റിപ്പോർട്ട് എന്തായിരുന്നു? ഈ പുനർജനിയുടെ ഫണ്ട് ശേഖരണം വിദേശത്ത് നടന്നതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇവിടുത്തെ കേസ് ഇവിടെ അത് അന്വേഷിക്കുന്നതിൽ പരിമിതിയുണ്ട്, അതുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് വിജിലൻസ് SP പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സതീശനും തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനല്ലേ? ഞാനല്ല തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയൻ, സതീശനാണ്. ഇനി മറ്റൊന്ന്, കോൺഗ്രസിന്റെ ഒരു സമുന്നതനായ ഒരു പ്രവർത്തകൻ ഉണ്ടായിരുന്നല്ലോ, അയാളെ സതീശനെതിരെ നിന്നു എന്നുള്ള കാരണം പറഞ്ഞ് നിരന്തരമായി സതീശനും അയാളും തമ്മിലുണ്ടായൊരു പ്രശ്നം നിങ്ങൾക്കറിയാം.